ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ബ്രെഡ് പൊരിയാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഞാനിപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ബ്രെഡ് പൊരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് പഞ്ചസാര നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ജീരകവും കറുത്ത എള്ളുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ജീരകത്തിന് പകരം ഏലക്കയാണെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും കെട്ടാത്ത രീതിയിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവിരിക്കാൻ. ഒത്തിരി തിക്കും ആവരുത്, ഒത്തിരി ലൂസും ആവാത്ത രീതിയിൽ വേണം നമുക്ക് മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബ്രെഡ് പൊരിക്കാൻ തുടങ്ങാം. ആദ്യം നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് പൊരിച്ചു തുടങ്ങാം. അതിനായിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച മാവിലേക്ക് ഓരോ പീസ് ബ്രെഡ് വീതം മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി ഇത് 2 സൈഡും മുരിയുന്നത് വരെ ഒന്ന് മറിച്ചും തിരിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ബ്രെഡ് പൊരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ബ്രെഡ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് തിക്നെസ് ഉള്ള ബ്രെഡ് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. സോഫ്റ്റ് ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാവിൽ ഡിപ്പ് ചെയ്യുമ്പോഴത്തേനും അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. എപ്പോഴും കുറച്ച് തിക്കായിട്ടുള്ള ബ്രെഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇട്ട ബ്രെഡ് പൊരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളതൊന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡുകൾ കൂടി ഒന്ന് പൊരിച്ചെടുക്കാം. ബ്രെഡ് പൊരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചായയുടെ കൂടെ സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.